ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് തിപ്പല്ലി എന്ന സസ്യത്തെ പറ്റിയാണ്. കുരുമുളകിൻ്റെ കുടുംബത്തിൽപ്പെട്ട പിപ്പേറേസിയസ് എരിവുള്ള കുരുക്കൾ ഉണ്ടാവുന്ന ഔഷധ ഗുണമുള്ള ഒരു പടർപ്പൻ സസ്യമാണ് തിപ്പല്ലി. പിപ്പല്ലി എന്ന് വിളിക്കുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം പിപ്പേർലോങ്ങും എന്നാണ്. സംസ്കൃത രൂപമായ പിപ്പലിയിൽ നിന്നാണ് മലയാളത്തിൽ തിപ്പല്ലി രൂപപ്പെട്ടത്. അഥർവവേദത്തിൽ പിപ്പല്ലിയെപ്പറ്റി പരാമർശമുണ്ട്. ഹിന്ദു പുരാണങ്ങളിൽ പാലഴി മദന സമയത്ത് അമൃതിനൊപ്പം പൊന്തി വന്നവയിൽ പിപ്പല്ലിയും ഉണ്ടായിരുന്നു. ജൈമിനിയ ബ്രാഹ്മൺ വിശ്വാമിത്ര മഹർഷി പിപ്പലി തിന്നാണ് ആരോഗ്യവും സമ്പത്തും സംരക്ഷിച്ചിരുന്നത് പറയുന്നു. കൗശിക ധർമ്മസൂത്രത്തിൽ പിപ്പല്ലിയും സർപ്പഗന്ധിയും കുട്ടികൾക്ക് കൊടുത്തിരുന്നതായി വിവരിക്കുന്നു. ഈ പരാമർശങ്ങളിൽ നിന്നും തിപ്പല്ലിയെക്കുറിച്ച് ഇന്ത്യക്കാർക്ക് 2000-3000 വർഷങ്ങൾക്ക് മുമ്പേ ജ്ഞാനം ഉണ്ടായിരുന്നതിന് തെളിയിക്കുന്നു. ചരകനും സുശ്രുതനും തിപ്പല്ലിയെക്കുറിച്ച് ധാരാളം പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ വാഗ്ഭടൻ ഒരു ഗണത്തിലും തിപ്പല്ലിയെ പെടുത്തി കാണുന്നില്ല. എങ്കിലും ചികിത്സയിൽ ധാരാളം ഉപയോഗിച്ചിരുന്നു. വാഗ്ഭടൻ പ്ലീഹ രോഗങ്ങൾക്ക് തിപ്പല്ലി വളരെ നല്ലതാണെന്ന് പറയുന്നു. എന്നാൽ തിപ്പല്ലി സ്ഥിരമായി കഴിക്കരുതെന്ന് ചരകൻ മുന്നറിയിപ്പ് നൽകുന്നു. ഗ്രീസിൽ പിപ്പല്ലി എത്തിയത് 5-6 നൂറ്റാണ്ടോടെയാണ്. ഹിപ്പോക്രാറ്റസ് ഒരു സുഗന്ധ ദ്രവ്യത്തിനേക്കാൾ ഔഷധമായാണ് തിപ്പല്ലിയെ വിവരിക്കുന്നത്. കുരുമുളകിൻ്റെ പുരാതന ചരിത്രം മിക്കവാറും തിപ്പല്ലിയുമായി പിണഞ്ഞു കിടക്കുന്നു. പിപ്പല്ലിയെ പലപ്പോഴും വിദേശികൾ കുരുമുളകായി തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. തിയോഫ്രാസ്റ്റസ് രണ്ടിനെയും തൻ്റെ ആദ്യ കൃതിയിലൂടെ വിവരിച്ചിരിക്കുന്നു. റോമക്കാർക്ക് പക്ഷേ രണ്ടിനെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. പ്ലീനി ദ എൽഡർ ഉണങ്ങിയ തിപ്പല്ലിയും കുരുമുളകും ഒരേ ചെടിയിൽ നിന്നുണ്ടാവുന്നതാണെന്ന് ധരിച്ചിരുന്നു. കാണ്ഡം മുറിച്ച് നട്ടു വളർത്തുന്നതും കുരുമുളക് ചെടിയോട് രൂപസാദൃശ്യമുള്ളതുമായ തിപ്പല്ലി പടർന്ന് വളരുന്ന ഒരു സസ്യമാണ്. പക്ഷേ ഇത് കുരുമുളകിനോളം ഉയരത്തിൽ വളരുന്നുമില്ല. ഒന്നിടവിട്ട് വിന്യസിച്ചിരിക്കുന്ന ഇലകൾക്ക് അണ്ഡാകാരമുള്ളതും എരിവ് രുചിയുമുള്ളതുമാണ്. 5-9-3-5 സെൻറ്റിമീറ്റർ വലിപ്പം ഉണ്ടാകും. കുരുമുളകിൻ്റെ ഇലകളുടെ അത്ര കട്ടിയില്ലാത്ത ഇലകളാണ് തിപ്പല്ലിക്കുള്ളത്. പുഷ്പങ്ങൾ ഏകലിംഗികളാണ്. ആൺ പെൺ പുഷ്പങ്ങൾ വെവ്വേറെ സസ്യങ്ങളിൽ കാണപ്പെടുന്നു. ആൺ പൂങ്കുലയിൽ സഹപത്രങ്ങൾ വൃത്താകാരവും ആയിരിക്കും. കൂടാതെ ബാഹ്യദളങ്ങളും ഉണ്ടാകില്ല. കേസരങ്ങൾ 2 മുതൽ 4 വരെ ഉണ്ടായിരിക്കും. എത്തുകൾ 2.5 മില്ലിമീറ്റർ വ്യാസമുള്ളതും പുറം മാസളവുമായ കായകളിൽ കാണപ്പെടുന്നു. ഇവ കുരുമുളകിൽ നിന്നും വ്യത്യസ്തമായി 2 സെൻറ്റിമീറ്റർ വരെ നീളമുള്ളതും മാസളമായതുമായ പഴങ്ങളുടെ ഉള്ളിൽ കാണപ്പെടുന്നു. വർഷക്കാലത്ത് പുഷ്പിക്കുകയും ശരത്കാലത്ത് കായകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സസ്യമാണിത്. കായകളിൽ പൈപ്പ്യാർഡിൻ, പൈപ്പറിൻ എന്നീ ആൽക്കലോയിഡുകളും റേസിനും ബാഷ്പശീലതൈലവും അടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ തണ്ടിൽ നിന്നും ഡീഹൈഡ്രോസ്മിസ്റ്ററിനും സ്റ്റീറോയിഡും വേർതിരിക്കുന്നു. ഇന്ത്യയിൽ എങ്ങോളം ചൂടുള്ള കാലാവസ്ഥകളിൽ കാണുന്നു. ഹിമാലയം മുതൽ ആസാം വരെയും കാശിയിലും ഇഷിരമലകളിലും ഇത് വളരുന്നുണ്ട്. സഹ്യനദികളോട് ചേർന്ന് കൊങ്കൺ തീരം മുതൽ കേരളത്തിൽ വരെയും തിപ്പല്ലി വളരുന്നു. ഇന്ന് ഔഷധ ആവശ്യത്തിനായി നിരവധി ഇടങ്ങളിൽ തിപ്പല്ലി വളർത്തുന്നുണ്ട്. നല്ല നീർവാഴ്ചയുള്ള ജൈവാംശമുള്ള മണ്ണാണ് തിപ്പല്ലി കൃഷി ചെയ്യാൻ ഉത്തമം. നനയ്ക്കാനുള്ള സൗകര്യം വേണം. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.